Good morning. +2 Botany ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള 8 ചാപ്റ്ററുകളിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു ലിവിങ് ഓർഗാനിസംസ് ഹാവ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം? നമുക്ക് നോക്കാം. Characteristics of living organisms. Cellular organization. That means all living organisms are composed of cells and products of cells. They have capacity to reproduce. Each cell perform metabolic processes. Metabolism. It may be anabolism or catabolism. Building a process agam, like photosynthesis, or destructive process agam like respiration. So metabolize cheyanulla kazhivundu. Organisms reproduce. By reproduction, organisms transfer characters from one generation to the other. So heredity. Characters അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. എൻവയോൺമെന്റ് കൊടുക്കുന്ന സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് ജീവജാലങ്ങൾക്കുണ്ട്. മറ്റൊന്ന്, ജീവജാലങ്ങൾ വളരുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി മറ്റൊന്നാണ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഏത് കണ്ടീഷനിലും പുറമേയുള്ള ഏത് ചേഞ്ച് ശരീരത്തെ ബാധിക്കാതെ ഒരു കോൺസ്റ്റന്റ് ഇന്റേണൽ, പ്രത്യേകിച്ച് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നവയാണ് ലിവിങ് ഓർഗാനിസംസ്. നമ്മൾക്ക് പറയാം ഹോമിയോസ്റ്റാസിസ് എന്ന് ആ ഫിനോമിനെ. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ക്യാരക്ടേഴ്സ് അടുത്ത തലമുറയിലേക്ക് പകർത്താനും റീപ്രൊഡക്ഷൻ നടത്താനും മെറ്റബോളൈസ് ചെയ്യാനും ഒക്കെ കഴിയുന്നത് മൂലം അവയ്ക്ക് എന്തൊരു വ്യത്യാസം ഉണ്ടായാലും ആ വ്യത്യാസത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഇവോൾവ് ചെയ്യാൻ, അതായത് പരിണാമം എന്ന ഘട്ടം, അതായത് പരിണാമം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുന്ന സന്ദർഭങ്ങളിലെ സ്വന്തമായി ഉൾക്കൊണ്ട് ശരീരത്തിൽ മോഡിഫിക്കേഷൻസ് വരുത്തി നിലനിൽക്കാനുള്ള കഴിവ് അവയ്ക്ക് കിട്ടുന്നു. സോ that is adaptation through evolution. So these are the characteristic features of living organisms. ഒന്നുകൂടി നോക്കാം. സെല്ലുലാർ ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, ഹെറിഡിറ്റി, റെസ്പോൺസ് ടു സ്റ്റിമുലൈ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഹോമിയോസ്റ്റാസിസ് ആൻഡ് അഡാപ്റ്റേഷൻ ത്രൂ എവല്യൂഷൻ. So, the life of an organism possesses 3 stages: birth, growth and development, death. So, the period between birth and natural death of an organism is called lifespan. What is lifespan? The period between birth and death. അതിനിടയിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ട് ബർത്തിനും ഡെത്തിനും ഇടയിലുള്ള ആ കാലയളവിനെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുക. സോ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ അവയുടെ സൈസുമായിട്ട് ബന്ധമില്ല. ലൈഫ് സ്പാൻ ഓർഗാനിസത്തിൻ്റെ സൈസുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നതിന് തെളിവ് നമുക്ക് പറയാവുന്നത് നിങ്ങൾക്കറിയാവുന്ന 2 ജീവികളുടെ എക്സാമ്പിൾ വെച്ചാണ്. ഒന്ന് പാരറ്റ്, മറ്റൊന്ന് ക്രോ. ക്രോ 15 years ആണ് അതിൻ്റെ ലൈഫ് സ്പാൻ. ആ സ്ഥാനത്ത് പാരറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 140 years ആണ്. വലിപ്പത്തിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ലൈഫ് സ്പാനിൽ വളരെ വ്യത്യാസമുണ്ട്. മറ്റൊരുദാഹരണമാണ് മാംഗോ ട്രീ.
മാംഗോ ട്രീ. അതിൻ്റെ ലൈഫ് സ്പാനിൽ ഏകദേശം 250 വർഷങ്ങൾ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഒരു പീപ്പിൾ ട്രീ അറിയാമോ? ആൽമരം, ഫൈക്കസ് റിലീജിയോസ എന്ന് പറയുന്ന ആൽമരം, അതിൻ്റെ ലൈഫ് സ്പാനിൽ 2500 years ആണുള്ളത്. So, lifespan may vary from organism to another. Approximate lifespan of certain organisms are given in a table. നിങ്ങൾക്കത് കാണാം. അത് കാണുമ്പോൾ അതിൽ കുറേ എണ്ണത്തിൻ്റെ ലൈഫ് സ്പാൻ തന്നിട്ടുണ്ട്. കുറേയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ നമ്മൾ പറഞ്ഞു ജീവനുള്ളവയുടെ ലൈഫ് സ്പാനിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ബർത്ത്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെത്ത്. പക്ഷേ എല്ലായ്പ്പോഴും അത് നമുക്ക് ഇത്രയും 3 ഘട്ടങ്ങളായിട്ട് പറയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്താ? നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. എല്ലാ ജീവികൾക്കും നാശമുണ്ടാകും, ഏതൊഴിച്ച്? സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഒഴിച്ച്. അതെന്തുകൊണ്ടാണ്? സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് അവ ജനിക്കുന്നു, ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നു. പക്ഷേ ഡെത്ത് ഫേസ് ചെയ്യാതെ അവ ഡിവൈഡ് ചെയ്ത് ന്യൂ ഓർഗാനിസമായി മാറുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിംഗിൾ സെൽഡ് ഓർഗാനിസം വളർന്ന് ഡിവൈഡ് ചെയ്ത് ഓഫ് സ്പ്രിങ്സ് ആയിട്ടാണ് മാറുന്നത്. അവയുടെ ഒരു ബോഡി പാർട്ടും ഡെത്തിന് വിധേയമാകുന്നില്ല. ആ കാരണത്താലാണ് എന്ത് പറയുന്നത്? എല്ലാ ജീവികളും നാശമുള്ളവയാണ്, എല്ലാ ജീവികൾക്കും നാശമുണ്ടാകും. പക്ഷേ സിംഗിൾ സെൽഡ് ഓർഗാനിസം നശിക്കുന്നില്ല, അവ പുതിയൊരു ഓർഗാനിസമായി മാറുന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. അപ്പോൾ എന്ത് പറയാം? എന്താണ് അതിന് കാരണമെന്ന് പറയാമല്ലോ. സിംഗിൾ സെൽ ഡിവൈഡ് ചെയ്ത് പുതിയ ഓഫ് സ്പ്രിങ്സ് ആയിട്ടാണ് മാറുക, അല്ലെങ്കിൽ ന്യൂ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് മാറുക, വിതൗട്ട് അണ്ടർഗോയിങ് ഡെത്ത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് വളർന്ന് അവ ഡിവൈഡ് ചെയ്ത് പുതിയ ഓർഗാനിസം ആവുകയാണ്. ഈ പ്രോസസ്സിനെ എന്ത് വിളിക്കാം? റീപ്രൊഡക്ഷൻ. എങ്ങനെ നമുക്ക് റീപ്രൊഡക്ഷനെ ഡിഫൈൻ ചെയ്യാം? റീപ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ബയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം ഗീവ് റൈസ് ടു എ ന്യൂ ഇൻഡിവിജ്വൽ ഓർ ഓഫ് സ്പ്രിങ്. മനസ്സിലായല്ലോ? ഒരു ഓർഗാനിസം പുതിയ ഒരു ഓർഗാനിസത്തെ അല്ലെങ്കിൽ ഒരു പുതുതലമുറയെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. പല ജീവികളെ പറ്റി നമ്മൾ പഠിച്ചു. അതിൽ ഓരോന്നിലും റീപ്രൊഡക്ഷൻ്റെ മാനറിസംസ് വ്യത്യാസമുണ്ട്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റീപ്രൊഡക്ഷൻ എന്തിനു വേണ്ടിയാണ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഉദ്ദേശം എന്താണ്? ടു സസ്റ്റെയിൻ ലൈഫ്, ജീവൻ നിലനിർത്താൻ, ഓർഗാനിസംസിൻ്റെ ലൈഫ് നിലനിർത്താൻ. അടുത്ത തലമുറയിലും അതേപോലെയുള്ള ഓർഗാനിസം ഉണ്ടാകണം. ഇനി മറ്റൊരടിസ്ഥാനം എന്ന് പറയുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി നിലനിൽക്കണമെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ഓർഗാനിസം അടുത്ത തലമുറയിലും ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അത് ആ സ്പീഷീസ് നിലനിൽക്കുന്നുള്ളൂ. സ്പീഷീസ് നിലനിൽക്കണമെങ്കിൽ റീപ്രൊഡക്ഷൻ ആവശ്യമാണ്. ഇനി ബൈ റീപ്രൊഡക്ഷൻ എവല്യൂഷൻ occurs due to recombination. What is recombination? നമ്മൾ പഠിച്ചതാണ് റീകോമ്പിനേഷൻ. ഈ പേരിലല്ല എങ്കിൽ പോലും പഠിച്ചതാണ്.
റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ പറയാം ക്രോസിംഗ് ഓവർ. വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ? കഴിഞ്ഞ വർഷം നമ്മൾ മിയോസിസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. മിയോസിസിൽ പ്രോഫേസ് 1 ഓഫ് മിയോസിസിൽ പാക്കറ്റീൻ സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നമ്മൾ പഠിച്ചു ക്രോസിംഗ് ഓവർ. ദാറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. അങ്ങനെ പേരൻ്റൽ ക്രോമസോംസിന് അവയുടെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തങ്ങളിൽ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓവർ തന്നെയാണ് റീകോമ്പിനേഷൻ. സോ by crossing over, mixing of characters occurs. Parental characteristics, maternal and paternal characteristics are mixed, so that a new combination is formed or a new character is formed. That is the basis for evolution. So reproduction രണ്ട് ഉദ്ദേശങ്ങൾ മനസ്സിലായല്ലോ. To maintain species diversity and to create variations or to evolve as a new individual. Okay, so reproduction based on the number of organisms involved, reproduction can be categorized into two. One is asexual reproduction. And the other one is sexual reproduction. നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. എങ്കിലും നമുക്ക് നോക്കാം. Asexual reproduction means it involves only one parent. So we can call asexual reproduction as uniparental. Uniparental ഒന്നാമത്തെ ക്യാരക്ടറാണ് asexual reproductionന്റെ. Only one parent is involved. Next character is there is no fusion of gametes. As only one parent is involved, there is no fusion of gametes. Okay, അപ്പോൾ gametic fusion ഇല്ല. No gametic fusion. No gametic fusion. Okay. Then ഒരു പേരൻ്റേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. So new individuals produced will possess only the character of that parent. There is no change in character. So we can say the organisms or the offsprings produced by asexual reproduction are genetically and morphologically similar. We call them as clones. Okay. So next feature is asexual reproduction. For reproduction, only mitotic division occurs. That means simple division without changing the number of chromosomes. A cell divides into two. There is no reduction division. It is equalization, or we can say as mitosis is a simple type of division occurring in somatic cells. In some organisms, it is a method of reproduction also. So, നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? മൈറ്റോസിസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു organisms produced by asexual reproduction are morphologically and genetically similar and are called clones. അപ്പോൾ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ നടക്കുന്നില്ല. സോ പേരൻസിനോട് അവ തങ്ങളിലും, അതായത് ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് തങ്ങളിലും അവ അവയുടെ പേരൻറ്റിനോടും സിമിലറാണ്. സോ ദർ ഇസ് നോ ക്രിയേഷൻ ഓഫ് വേരിയേഷൻ. നമുക്ക് എന്ത് പറയാം? നോ വേരിയൻസ് ആർ പ്രൊഡ്യൂസ്ഡ്.
no variants are produced. Okay. So what are the characters of asexual reproduction? One by one. As it involves only one parent, it is uniparental. There is no fusion of gametes. Male and female gametes ഒന്നും ഇല്ല. അതുകൊണ്ട് സെയിം പേരൻറ്റ് അല്ലെങ്കിൽ ഒരു പേരൻറ്റിൻ്റെ ബോഡി പാർട്ടോ അല്ലെങ്കിൽ ആ പിന്നെ ഓർഗാനിസം മൊത്തത്തിലോ ആണ് പുതിയ ഓർഗാനിസമായി മാറുക. സോ ദർ ഇസ് നോ ഗ്യാമറ്റിക് ഫ്യൂഷൻ. പിന്നെ അവിടെ ഗ്യാമറ്റിക് ഫ്യൂഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസിങ് ഓവറും അല്ലെങ്കിൽ റീകോമ്പിനേഷനും ഒന്നും നടക്കുന്നില്ല. ക്യാരക്ടേഴ്സ് ഒന്നും മിക്സ് ചെയ്യപ്പെടുന്നില്ല. പേരൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറുക. സോ ദേ ആർ കോൾഡ് ക്ലോൺസ്. ഈ ഒരു ഡിവിഷൻ നടക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് only mitotic division is required. No changes are occurring. As a result, we can say no variants are produced. No genetic variations occurs. Okay ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽസ് പിന്നീട് പറയാം. എങ്കിലും ഒരു കാര്യം പറയാം. നമ്മളിവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനെ യൂണിപേരൻ്റൽ എന്നാണ് വിളിച്ചത്. ആ സ്ഥാനത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ 2 ഗ്യാമറ്റിക് ഫ്യൂഷൻ മൂലമാണ് നടക്കുക, അല്ലെങ്കിൽ 2 ഗ്യാമീറ്റ്സ് ഇൻവോൾവ് ആണ് ആ ഫ്യൂഷനിൽ. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാൻ ബി കോൾഡ് ബൈപേരൻ്റൽ. സോ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. പേരൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്, മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് മിക്സ് ചെയ്യപ്പെടുന്നുണ്ട്. ക്രോസിങ് ഓവർ നടക്കാം, റീകോമ്പിനേഷൻ നടന്ന് ചേഞ്ചസ് ഉണ്ടാകാം, വേരിയേഷൻസ് ഉണ്ടാകാം. സോ എവല്യൂഷന് സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന പോയിന്റ്സ് ഞാനൊന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. നമ്മൾ വീണ്ടും അതിലേക്ക് വരും. ഇപ്പോൾ തൽക്കാലം നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി പഠിക്കാം. So, reproduction, definition of reproduction എന്നൂടെ ഓർത്തേ. Reproduction can be defined as a biological process by which an organism gives rise to a new individual or an offspring similar to itself. നമ്മൾ പറഞ്ഞു reproduction 2 തരം, പൊതുവെ based on the number of organisms involved. Asexual and sexual reproduction. അതിൽ asexual reproduction ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് asexual reproduction ഇത്രയുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. asexual reproduction methods. 1. സെൽ ഡിവിഷൻ, സിമ്പിൾ ടൈപ്പ് ഓഫ് ഡിവിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് സിംപ്ലി ഡിവൈഡ് ചെയ്ത് ന്യൂ ഇൻഡിവിജ്വൽസ് ഉണ്ടാകും. സോ നമുക്കതിനെ ഉദാഹരണമായിട്ട് ഇത് പറയാം, പ്രോട്ടിസ്റ്റ് ആൻഡ് മൊനിറൻസ്. പ്രോട്ടിസ്റ്റ് ഓർമ്മയുണ്ടല്ലോ, 1 സെൽഡ് ഓർഗാനിസംസ് ആണ്. മൊനിറൻസിനെ അറിയാം, പ്രൊക്കാരിയോട്സ്. പ്രോട്ടിസ്റ്റ് ആർ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. സോ അവയ്ക്കെല്ലാം സിമ്പിൾ ഡിവിഷൻ നടന്ന് പുതിയ ഓർഗാനിസം ഉണ്ടാകാം. ഒരു പേരൻ്റെ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് asexual ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. ഒരു ഓർഗാനിസം അതിൻ്റെ സെല്ല് അതിൻ്റെ സെല്ലുലാർ കണ്ടൻസ് ഇരട്ടിച്ച് 2 സെല്ലായി മാറും. ഓക്കെ, അടുത്തത് നമ്മൾ പഠിച്ചു ബാക്ടീരിയയെ എല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആണെങ്കിൽ ബാക്ടീരിയ ഓപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്, asexual റീപ്രൊഡക്റ്റീവ് രീതിയാണ് ബൈനറി ഫിഷൻ. അതായത് ഒരു ബാക്ടീരിയൽ സെൽ, ആ ബാക്ടീരിയൽ സെല്ലിൻ്റെ കണ്ടൻസ് അത് അതിൻ്റെ ന്യൂക്ലിയർ കണ്ടൻസ് ഇരട്ടിക്കും, അതിൽ സെല്ലുലാർ കണ്ടൻസ് ഇരട്ടിക്കും. എന്നിട്ട് ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ നടുഭാഗത്ത് ഒരു ചെറിയ നോച്ച് ഫോം ചെയ്യുകയും ആ നോച്ച് സെൻറ്ററിലേക്ക് വളർന്ന് 2 ബാക്ടീരിയൽ സെല്ലായി ആ സെല്ലിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് ബൈനറി ഫിഷൻ. സോ എക്സാമ്പിൾ ഫോർ ബൈനറി ഫിഷൻ, unicellular organisms like amoeba,
Paramecium, Euglena. ഇനി മറ്റൊരു asexual reproductive method ആണ് budding. Yeast നമ്മൾ പഠിച്ചതാണ്. Yeast cells, the only unicellular organism among multicellular organisms, അല്ലേ? അതായത് കിങ്ഡം ഫഞ്ചയിൽ വരുന്ന ഒറ്റ സെല്ലുള്ള ജീവിയാണ് ഈസ്റ്റ്. ഈ സെല്ല് സാധാരണ എല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആണെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്ന രീതിയാണ് ബഡിങ്. ബഡിങ് എന്ന് പറഞ്ഞാൽ പേരന്റ് സെല്ലിൽ നിന്ന് ഒരു ബഡ് ഫോം ചെയ്യും, ഒരു മിനിയേച്ചർ ഫോം. പേരന്റ് സെല്ലിൻ്റെ ഒരു മിനിയേച്ചർ ഫോം അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വളരെയും ഏകദേശം വളർച്ച പൂർത്തിയാകുമ്പോൾ പേരന്റ് സെല്ലിൽ നിന്ന് മുറിഞ്ഞു മാറി പുതിയ ഒരു ഈസ്റ്റ് സെല്ലായിട്ടത് മാറും. അതുപോലെ തന്നെയാണ് ഹൈഡ്രയിലും. ഹൈഡ്ര നിങ്ങൾ സുവോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ബോഡി പാർട്സ് ചെറിയ ബഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആ ബഡ്സ് ഓരോരോ ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യും. സോ ബഡിങ്ങിന് എക്സാമ്പിളാണ് ഹൈഡ്ര ആൻഡ് ഈസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അമീബയിൽ കണ്ടീഷൻസ് എല്ലാം ഫേവറബിൾ ആണെങ്കിൽ ബൈനറി ഫിഷൻ നടക്കുന്നു. എന്നാൽ കണ്ടീഷൻസ് അൺഫേവറബിൾ ആണെങ്കിലോ, അതായത് ഹൈ ഡെസിക്കേഷൻ, വരൾച്ച ഉണ്ടാകുകയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ ആ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ബാക്ടീരിയൽ സെല്ലുകളും ഉണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് എൻഡോസ്പോർ ഫോർമേഷൻ. അതുപോലെ ഒരു രീതിയാണ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറുലേഷൻ. എന്താണെന്ന് നോക്കാം. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ അമീബയുടെ ഷേപ്പ് അറിയാലോ. അമീബ എങ്ങനെ വേണേലും ആർക്ക് വേണേലും വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കും വരയ്ക്കാം. സോ ഒരമീബ, ഈ അമീബ അതിന് തക്കതായ പറ്റിയ സാഹചര്യമല്ല. അപ്പോൾ എന്തു ചെയ്യും? അവയുടെ ഈ സ്യൂഡോപോഡിയ വിഡ്രോ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻസ് എല്ലാം അങ്ങ് ഉള്ളിലേക്ക് വലിക്കും. അങ്ങനെ അതൊരു റൗണ്ട് ബോഡിയായി മാറും. അതിൻ്റെ സ്യൂഡോപോഡിയ എല്ലാം വിഡ്രോ ചെയ്ത് അവ ഒരു റൗണ്ട് ഓർ ഓവൽ ഫോമിലേക്ക് മാറും. ഈ സെല്ലിന് ചുറ്റും നല്ല കട്ടിയുള്ളൊരു ആവരണം ഉണ്ടാകും. ഒരു 3 ലെയർ വോള് സെപ്പറേറ്റ് ചെയ്യും. ഈ 3 ലെയർ വോള് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയുക. എന്തിനു വേണ്ടിയാണ് ഈ തിക്ക് വോൾ ഉണ്ടാകുന്നത്? അൺഫേവറബിൾ കണ്ടീഷനെ തരണം ചെയ്യാൻ. സോ അൺഫേവറബിൾ കണ്ടീഷനിൽ കഴിയുന്നത് വരേക്കും ഈ രൂപത്തിൽ അത് നിലനിൽക്കും. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ഓർ വി ക്യാൻ സേ ഓൺ ദ റിട്ടേൺ ഓഫ് ഫേവറബിൾ കണ്ടീഷൻ എന്ത് സംഭവിക്കും എന്നറിയാമോ? ഈ സെല്ലിനുള്ളിൽ, ഒറ്റ സെല്ലാണല്ലോ, അതിന് സ്വന്തമായ ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. ഈ ന്യൂക്ലിയസും അതിലെ സെല്ലുലാർ കണ്ടൻസും ഡിവൈഡ് ചെയ്യും. അവിടെ നടക്കുക വെറും ബൈനറി ഫിഷൻ അല്ല, മൾട്ടിപ്പിൾ ഫിഷനാണ് നടക്കുക. മൾട്ടിപ്പിൾ ഫിഷൻ നടന്ന് ചെറിയ ചെറിയ ധാരാളം സ്പോർട്സ് ആയിട്ട് മാറും. സോ ഈ സ്പോർട്സ് അവയെ നമുക്ക് വിളിക്കാം സ്യൂഡോപോഡിയോസ്പോർസ്. ഈ സ്യൂഡോപോഡിയോസ്പോർസ് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ 3 ലെയർഡ് തിക്ക് വോള് പൊട്ടിച്ച് പുറത്തു വരികയും ഓരോ സ്യൂഡോപോഡിയോസ്പോറും ഓരോ ടൈനി അമീബയായി മാറുകയും ചെയ്യും. ഈ ഫിനോമിനയാണ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറുലേഷൻ. ഫോർമേഷൻ ഓഫ് സ്യൂഡോപോഡിയോസ്പോർസ് ആണ് സ്പോറുലേഷൻ. വാട്ട് ഈസ് എൻസിസ്റ്റേഷൻ? Encystation is the formation of 3-layered thick wall around the amoeba, the cell of amoeba. That is called encystation. എന്തിനു വേണ്ടി നടക്കുന്നു? To tide over the unfavorable condition.
On the return of favorable condition, എന്ത് ചെയ്യും? Amoeba divide by multiple fission and produce a number of pseudopodospores. And the wall breaks. Each spore develop into a tiny amoeba. Okay? So, നമ്മൾ asexual reproductionന്റെ 4 രീതികൾ പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് ഓർക്കാം. Cell division, binary fission, budding, then encystation and sporulation. ഇനി അടുത്തതാണ് zoospores. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ആൽഗയിലും ഫഞ്ചയിലും ഒക്കെ സിമ്പിൾ ആൽഗകളിൽ, അതായത് പ്രിമിറ്റീവ് ആൽഗകളിലാണ് കൂടുതൽ. ക്ലാമിഡോമോണസ്, ക്ലോറല്ല പോലെയുള്ള ആൽഗകളിൽ ഒക്കെ മോട്ടൈൽ സ്പോർസ്, എസെക്ഷൽ സ്പോർസ് വിച്ച് ആർ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിവുള്ള ഫ്ലജല്ലമുള്ള സ്പോർസ് ഉണ്ടാകുന്നുണ്ട്. zoospores. So it's a type of asexual reproduction. So zoospores, example algae and fungi, lower algae and fungi. Okay. Next, conidiospores. Asexual spores പലതരമുണ്ട്. മൊട്ടൈൽ സ്പോർസും ഉണ്ട്, നോൺ മൊട്ടൈൽ സ്പോർസും ഉണ്ട്. ഒരു മൊട്ടൈൽ സ്പോർ ആണ് സൂസ്പോർ, പക്ഷേ ഒരു നോൺ മൊട്ടൈൽ സ്പോർ ആണ് കൊനീഡിയോസ്പോർസ് അഥവാ കൊനീഡിയ. നമ്മൾ പഠിച്ചതാണ്. പെൻസിലിയമാണ് എക്സാമ്പിൾ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. പെൻസിലിയം അതിൻ്റെ മൈസീലിയത്തിൽ നിന്ന് ഓരോ കൊനീഡിയോസ്പോറായിട്ട് അതിൻ്റെ മൈസീലിയത്തിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് പുറത്തേക്ക് മുത്തുകൾ അടുക്കിയ പോലെ കൊനീഡിയോസ്പോർസ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുക? മൈസീലിയത്തിൻ്റെ ടിപ്പ് ഇതാ ഇങ്ങനെ മുറിഞ്ഞ് അങ്ങനെ ഉണ്ടാകുന്ന നോൺ മോട്ടൈൽ എസെക്ഷൽ സ്പോർസ് ആണ് കൊനീഡിയോസ്പോർസ് ഓർ കൊനീഡിയ. ഓക്കെ. ഇനി അടുത്തതാണ്, നിങ്ങൾ സുവോളജി പഠിച്ചിട്ടുണ്ട്, സ്പോഞ്ചസ്. അവയുടെ ബോഡിക്കുള്ളിൽ, അതായത് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ബഡ്സ് ആണ് അവയിലെ സെക്ഷൽ റീപ്രൊഡക്ഷന് കാരണമാകുന്നത്. ആ ബഡ്സിനെ വിളിക്കുന്ന പേരാണ് ജെമ്യൂൾസ്. സോ വാട്ട് ആർ ജെമ്യൂൾസ്? Gemmules are endogenously produced asexual buds. Where it is formed? It is formed in sponges. Okay. So, the next method of asexual reproduction is simple fragmentation. നമ്മൾ കഴിഞ്ഞ വർഷം പലതവണ പഠിച്ചതാണ് fragmentation. ആൽഗയിലും ഫഞ്ചയിലും ബ്രയോഫൈറ്റ്സിലും ഒക്കെ. That means thallus splits into fragments and each fragment gives rise to a new individual. That is fragmentation. So, example for fragmentation, algae, fungi and bryophytes. And the last one, asexual reproductive method, the last one is regeneration. Regeneration ആണ്. എന്താണ്? ഒന്നുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു, അതിനെ പുനർജനിപ്പിക്കുകയാണ്, അല്ലേ? സോ റീജനറേഷൻ എന്താണ്? ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ പല്ലി, ഹോംലി സാഡ്, വാല് മുറിച്ച് കളയുന്നത് കണ്ടിട്ടുണ്ട്. വാല് മുറിച്ച് കളഞ്ഞാൽ പല്ലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കാരണം വീണ്ടും പുതിയ വാല് അതിന് മുളച്ച് വരും. ദാറ്റ് ഈസ് റീജനറേഷൻ. ബൈ ഡിവിഷൻ, മൈറ്റോട്ടിക് ഡിവിഷൻ, ഇറ്റ് മേ ഗീവ് റൈസ് ടു എ ന്യൂ ബോഡി പാർട്ട്. എന്താണോ നഷ്ടപ്പെട്ടത് അത് റീജനറേറ്റ് ചെയ്യും. അതേ അവസ്ഥയാണ് സ്റ്റാർ ഫിഷിനും. സ്റ്റാർ ഫിഷിനെ കണ്ടിട്ടുണ്ടല്ലോ, സ്റ്റാർ ഷേപ്ഡ് ഓർഗാനിസം. ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ് സ്റ്റാർ ഫിഷ്? പഠിച്ചതല്ലേ? എക്കൈനോഡേംസ് അല്ലേ? അതെ. സോ സ്റ്റാർ ഫിഷ് അതിൻ്റെ ബോഡി പാർട്സ് മുറിഞ്ഞു പോകും. ആക്സിഡൻ്റലി അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി മുറിച്ച് കളയാം. ആ ഓരോ ബോഡി പാർട്ടിനും അതിന് നഷ്ടപ്പെട്ട ബാക്കിയുള്ള ഭാഗം, ഈ മുറിഞ്ഞു മാറിയ ഈ ഒരു പീസ്, അതിന് ബാക്കിയുള്ള ഭാഗം റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. സോ ദാറ്റ് ഈസ് റീജനറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ asexual reproductive methods ഏതൊക്കെയാണ്? ഒന്ന്, സെൽ ഡിവിഷൻ. എക്സാമ്പിൾ യൂണിസെല്ലുലാർ ഫോംസ്, മോണുറൻസ് ആൻഡ് പ്രോട്ടിസ്റ്റ്. നെക്സ്റ്റ് ഇസ് ബൈനറി ഫിഷൻ. അതിനുദാഹരണം
അമീബ, പാരമീസിയം, യുഗ്ലീന. അമീബയിലാണെങ്കിൽ ബൈനറി ഫിഷൻ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ അതിൻ്റെ സെല്ലുലാർ കണ്ടൻസ് രണ്ടായി മുറിയുക, നോർമൽ. ഇനി പാരമീസിയത്തിലാണ്, പാരമീസിയം എന്ന് പറയുന്നത് സ്ലിപ്പർ അനിമൽ ക്യൂളാണ്. സ്ലിപ്പർ അനിമൽ ക്യൂൾ അല്ലേ? സ്ലിപ്പർ അനിമൽ ക്യൂളിലത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ലാറ്ററൽ ഡിവിഷനാണ്. ഓക്കെ. അതേ സ്ഥാനത്ത് യുഗ്ലീനയിലാണെങ്കിൽ, യുഗ്ലീന അറിയാമല്ലോ, പ്രൊട്ടിസ്റ്റ്. അതിന് ഒരു ഫ്ലജല്ലോ ഒക്കെ ഉണ്ട്, ഒരു ചെറിയ ഫ്ലജല്ലോ ഒരു വലിയ ഫ്ലജല്ലോ ഉണ്ട്. ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷനാണ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ നടക്കുന്ന യുഗ്ലീനയുണ്ട്, ബൈനറി ഫിഷൻ നടക്കുന്നത്. പാരമീസ്യത്തിലാണെങ്കിൽ ലാറ്ററൽ ഡിവിഷനാണ് നടക്കുന്നത്. സോ ബൈനറി ഫിഷൻ. ഇതെല്ലാം ഏതവസ്ഥയിലാണ് നടക്കുക? ഫേവറബിൾ കണ്ടീഷൻ. ഇനി അടുത്താണ് ബഡിങ്. ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമായ ഈസ്റ്റിൽ, അതുപോലെ ഹൈഡ്രയിൽ അതിൻ്റെ ബോഡി പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് ഒരു എസെക്ഷൽ ബഡ് ഡെവലപ്പ് ചെയ്യും. ആ ബഡ് ഒരു പുതിയ ഓർഗാനിസമായി മാറുകയും ചെയ്യും. ഇനി അമീബ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ഓപ്റ്റ് ചെയ്യുന്ന രീതിയാണ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ. ഇനി ലോവർ ആൽഗെ ആൻഡ് ഫംജൈ, അവയിലുണ്ടാകുന്ന എസെക്ഷുവൽ മോട്ടൈൽ സ്പോർസ് ആണ് സൂസ്പോർസ്. ഫംജയിൽ കാണപ്പെടുന്ന പ്രധാനമായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻസിലിയം, അവയിലുണ്ടാകുന്ന നോൺ മോട്ടൈൽ സ്പോറാണ് കൊനീഡിയോസ്പോർസ് ഓർ കൊനീഡിയ. ദെൻ in sponges, endogenously formed asexual buds called gemmules are the reproductive part. Okay. Next, in algae, fungi and bryophytes, the thallus may undergo fragmentation and each fragment give rise to a new plant or new organism. The other one, the last one, a sexual reproductive method is regeneration. അവയുടെ ബോഡി പാർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ നഷ്ടപ്പെട്ട ഭാഗം വീണ്ടും ഉണ്ടാക്കാൻ ഉള്ള കഴിവ് അവയിലുണ്ട്. ഉദാഹരണമാണ് സ്റ്റാർഫിഷ് ആൻഡ് ലിസാർഡ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇന്ന് പഠിച്ച പോർഷൻസിൻ്റെ ഒരു പവർ പോയിന്റ് കാണാം. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. നമ്മൾ ആദ്യം പറഞ്ഞത് ജീവികളുടെ അല്ലെങ്കിൽ ജീവനുള്ളവയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സെല്ലുലാർ ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, ഹോമിയോസ്റ്റാസിസ്, ഹെറിഡിറ്റി, റെസ്പോൺസ് ടു സ്റ്റിമുലായി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അഡാപ്റ്റേഷൻ ത്രൂ എവല്യൂഷൻ. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് ലൈഫ് സ്പാൻ ആണ്. എന്താണ് ലൈഫ് സ്പാൻ? ഇറ്റ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഓർഗാനിസത്തിൻ്റെ സൈസുമായിട്ട് ലൈഫ് സ്പാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് പറഞ്ഞു. ക്രോ, പാരറ്റ്, മാംഗോ ട്രീ ആൻഡ് പീപ്പിൾ ട്രീ. നമ്മൾ പറഞ്ഞല്ലോ കുറേ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ തന്നിട്ടുണ്ട് എന്ന്. ഈ ലൈഫ് സ്പാൻ ഇതിൽ ഒരു ടേബിളിൽ കുറേ ജീവികളെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്, അല്ലാത്തവയുമുണ്ട്. ഇത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. സോ ഒബ്സർവ് ഇറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഹാവ് നോ നാച്ചുറൽ ഡെത്ത്. അവ ഡെത്തിന് വിധേയമാകുന്നില്ല. അതിന് കാരണം നമ്മൾ പറഞ്ഞു. എന്താണ്? അവ ഡിവൈഡ് ചെയ്യുന്നു ബൈ ബൈനറി ഫിഷൻ ആൻഡ് ഫോം ഡോട്ടർ സെൽസ്. സോ നോ ബോഡി പാർട്ട് ഇസ് ലെഫ്റ്റ് ടു ഡൈ. സച്ച് ഓർഗാനിസംസ് ആർ ഇമ്മോർട്ടൽ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. ഓക്കെ. നെക്സ്റ്റ്, reproduction. What is reproduction? Define reproduction. It's a biological process in which an organism gives rise to young ones and offsprings similar to itself. Thus there is a cycle of birth, growth and death. Offsprings grow, mature and in turn produce new offsprings.
What is the significance of reproduction? നമ്മൾ പറഞ്ഞു, reproduction enables the continuity of species. സ്പീഷീസ് നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകുന്നു. ആ വേരിയേഷൻസ് അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻവോൾവ്. സോ one is asexual and the other is sexual reproduction. Here only one parent is involved, single parent. There is no sperm and egg needed. While sexual reproduction involves the fusion of two cells, one male gamete and the other female. അത് തന്നെയാണ് ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പേരൻ്റൽ ജീൻസ് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ 100% അത് പേരൻറ്റിന് ഐഡൻറ്റിക്കലാണ്. സോ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇവിടെ എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് യൂണിപേരൻ്റൽ as it involves only one parent, while sexual reproduction is biparental because it requires a male and female parent. There is no fusion of gametes in the case of asexual reproduction, but sexual reproduction requires fusion of male sperm and female gamete. Female gamete is called egg or ovum. Next, asexual reproduction requires only mitotic division. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് നടക്കുന്നത് മിയോസിസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് പേരൻസിനോടും അവ തങ്ങളിലും ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡൻറ്റിക്കലാണ് ഇൻ കേസ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. വൈൽ ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ അവ സിമിലർ ആകണമെന്നില്ല, ഡിസിമിലർ ആയിരിക്കും. ഇനി എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് ക്രോസിംഗ് ഓവർ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ദർ ഇസ് നോ ചാൻസ് ഫോർ വേരിയേഷൻ. എന്നാൽ വേരിയേഷൻസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. ഇനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ പ്രോസസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ഫാസ്റ്റർ ദാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതായത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ is uniparental. There is no fusion of gametes, only somatic cells are used. Reproduction only by mitosis. Clones are the organisms produced by asexual reproduction, which are morphologically and genetically similar to its parent. There is no recombination or crossing over, and so no chance for variation. And the rate of reproduction is faster. Okay. സോ എസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നമ്മളിപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. ഇറ്റ് ഈസ് യൂണിപേരൻ്റൽ റീപ്രൊഡക്ഷൻ. വാട്ട് ആർ ക്ലോൺസ്? Clones are a group of individuals that are genetically and morphologically similar to its parent. Okay? So, നമുക്ക് ഇനി പറയേണ്ടത് മോഡ്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതിൻ്റെ 9 ടൈപ്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 1 സെൽ ഡിവിഷൻ, 2 ബൈനറി ഫിഷൻ. നോക്കാം നമുക്കിതിൻ്റെ എങ്ങനെയാണ് ബൈനറി ഫിഷൻ നടക്കുന്നതെന്ന് നോക്കാം. യുഗ്ലീനയിൽ എങ്ങനെയാണ് നടക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷനാണ്. പാരമീസിയത്തിലോ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ അല്ലെങ്കിൽ ലാറ്ററൽ ഡിവിഷനാണ് നടക്കുന്നത്. ഇറഗുലർ ബൈനറി ഫിഷനാണ് അമീബ. കാരണം അമീബ ഇസ് ആൻ ഇറഗുലർ ഓർഗാനിസം. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ബൈനറി ഫിഷൻ ഒന്നുകൂടി ക്ലിയറായി കാണിച്ചിരിക്കുകയാണ്. ഇത് പരമീസ്യത്തിൻ്റെ ഡിവിഷനാണ് ഇവിടെ കാണുന്നത്. ഇത് യുഗ്ലീനയിലെ ഡിവിഷൻ. ഓക്കെ. ബാക്ടീരിയയിലെ ബൈനറി ഫിഷൻ ഇങ്ങനെയാണ്. ബാക്ടീരിയൽ സെല്ലിൻ്റെ കണ്ടൻസ് ഇരട്ടിച്ച് അതിനിടയിൽ ഒരു നോച്ച് ഫോം ചെയ്ത് അത് 2 സെല്ലായി മാറുന്നു. ഓക്കെ.
ഇനി നമ്മൾ പറഞ്ഞു ബഡിങ്. ഇതാണ് ഹൈഡ്ര, ഇത് ഈസ്റ്റ് സെൽസ് ആണ്. ഹൈഡ്രയിൽ ഒരു ബഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, പേരൻറ് സെല്ലിനെ പോലെ, പക്ഷേ അതിനേക്കാൾ തീരെ ചെറുതായിട്ടുള്ള ഒരു ബഡ്. ഈ ബഡ് പേരൻ്റ് ഓർഗാനിസത്തിൽ നിന്ന് മുറിഞ്ഞു മാറിയാൽ ഒരു ന്യൂ ഓർഗാനിസമായിട്ട് അതിന് വളരാൻ സാധിക്കും. അതുപോലെയാണ് ബഡിങ് ഇൻ ഈസ്റ്റ്. ഇതാണ് ഓക്കെ, ഈസ്റ്റ് സെല്ലിൽ ഒരു ബഡ് ഡെവലപ്പ് ചെയ്യുന്നു, അത് മുറിഞ്ഞു മാറി പുതിയ ഒരു ഓർഗാനിസം ആകാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ. നമ്മൾ പറഞ്ഞു അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബ ചെയ്യുന്ന ഒരു രീതിയാണിത്. 3 ലെയറുള്ള ഒരു ഹാർഡ് കവറിങ് ഉണ്ടാകുന്നു, ഒരു സിസ്റ്റം എന്ന് വിളിക്കാം അതിനെ. ആ പ്രോസസ്സിനെയാണ് എൻസിസ്റ്റേഷൻ എന്ന് വിളിക്കുക. ഫേവറബിൾ കണ്ടീഷൻ തിരികെ വരുമ്പോൾ അമീബ മൾട്ടിപ്പിൾ ഫിഷിന് വിധേയമായി നമ്പർ ഓഫ് സ്യൂഡോപോഡിയോസ്പോർസ് ഉണ്ടാകുന്നു, സിസ്റ്റ് വാൾ ബേസ്റ്റ് ചെയ്യുന്നു, അതായത് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് സ്പോർസ് എല്ലാം സറൗണ്ടിങ് മീഡിയത്തിലേക്ക് ലിബറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സ്പോറിലേഷൻ. ഓക്കെ, ഇനി അത് സ്പോറിലേഷൻ നടക്കുന്ന രീതിയാണ്. നോക്കിയേ, ഒരു 3 ലെയർഡ് സിസ്റ്റ് ഉണ്ടാകുന്നു. ഈ 3 ലെയർഡ് സിസ്റ്റിനുള്ളിൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൾട്ടിപ്പിൾ ഫിഷിന് വിധേയമാകുന്നു. മൾട്ടിപ്പിൾ ഫിഷിന് വിധേയമായ സെല്ല് ബേസ്റ്റ് ചെയ്ത് പൊട്ടി ഓരോ ടൈനി അമീബയായിട്ട് മാറുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് സൂസ്പോർസ്, വിച്ച് ആർ മൊട്ടൈൽ സ്പോർസ്, എസെക്ഷൽ സ്പോർസ്. ഇത് ഒരു ആൽഗയിലെ കേസാണ്, ഇതൊരു ഫംഗസിലെയുമാണ്. നോക്കിയേ, രണ്ടിലും മൊട്ടൈലാണ്. ഇവിടെ ഫ്ലജല്ലമുണ്ട്, അതുകൊണ്ട് തന്നെ ചലിക്കാനുള്ള കഴിവുണ്ട്. മൊട്ടൈൽ എസെക്ഷൽ സ്പോർസ് ആണ് സൂസ്പോർസ്. നോൺ മൊട്ടൈൽ എസെക്ഷൽ സ്പോർസ് ആണ് കൊനീഡിയോസ്പോർസ് ഓർ കൊനീഡിയ. ഫോർ എക്സാമ്പിൾ പെൻസിലിയം. മറ്റൊന്ന് ആസ്പെർജില്ലസ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ് നമ്മൾ. നോക്കിയേ, മുത്തുകൾ അടുക്കിയ പോലെ മൈസീലിയത്തിൻ്റെ ടിപ്പിൽ നിന്ന് മുറിഞ്ഞു മാറി ഉണ്ടാകുന്ന, അതായത് ആദ്യം ഉണ്ടായത് ഏറ്റവും എക്സ്ട്രീം എൻഡിലായിരിക്കും സ്പോറ്. പുതുതായിട്ടുണ്ടാകുന്നത് ഈ മൈസീലിയത്തിൽ നിന്ന് മുറിഞ്ഞ് പുറത്തേക്ക് വരും. ഓക്കെ, ഇനി അടുത്തതാണ് ജെമ്യൂൾസ്. ജെമ്യൂൾസ് ആർ ഇന്റേണൽ ബഡ്സ് ഫൗണ്ട് ഇൻ സ്പോഞ്ചസ്. എസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാകപ്പെടുന്ന, അതിൻ്റെ ബോഡിക്കുള്ളിലുണ്ടാകുന്ന എസെക്ഷൽ ബഡ്സ് ആണ് ജെമ്യൂൾസ്. ഈ ജെമ്യൂൾസ് ഒരു മാസ് ഓഫ് സെല്ലാണ്. ഈ മാസ് ഓഫ് സെല്ല് ഓരോന്നായിട്ട് ഓരോ സ്പോഞ്ചായി മാറാൻ കഴിവുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫ്രാഗ്മെൻറ്റേഷൻ. ആൽഗെ, ഫംജെ, ബ്രയോഫൈറ്റ്സ് ഇവയിലൊക്കെ താലസ് പീസസ് ആയി മുറിഞ്ഞു പോയാൽ, പല ഫ്രാഗ്മെൻറ്റ്സ് ആയി മാറിയാൽ, ഓരോ ഫ്രാഗ്മെൻറ്റും ഒരു പുതിയ മൈസീലിയമായിട്ടോ അല്ലെങ്കിൽ ഒരു ആൽഗൽ ഫിലമെൻ്റായിട്ടോ മാറാൻ കഴിയുന്നു. ദാറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇതൊരു ഫംഗസ് ആണ്, മ്യൂക്കർ. ഇത് അറിയാം നിങ്ങൾക്ക്, സ്പൈറോഗൈറ. അടുത്തതാണ് റീജനറേഷൻ. ഒരു ബോഡി പാർട്ട് മുറിഞ്ഞുപോയി, ആ മുറിഞ്ഞുപോയ ബോഡി പാർട്ടിനെ വീണ്ടും ഉണ്ടാക്കാൻ ഉള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുക? റീജനറേഷൻ എന്ന് പറയുക. നോക്കിയേ, ഇവിടുത്തെ ഈ സ്റ്റാർ ഫിഷിൻ്റെ ഒരു പാർട്ട് മുറിഞ്ഞുപോയി. ഈ ഒരു പാർട്ട് ഇതേപോലെ ബാക്കിയുള്ള പാർട്സ് റീജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ സ്റ്റാർ ഫിഷിൻ്റെ നഷ്ടപ്പെട്ട ഈ ഒരു പാർട്ട് ഇതും റീജനറേറ്റ് ചെയ്യും. അതുപോലെയാണ് നമ്മുടെ പല്ലി. വാല് മുറിഞ്ഞു പോയാലും പുതിയ വാലതിന് ഉണ്ടാകും.